ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രിപ്പോസിഷനായ വിത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രിപ്പോസിഷൻസ് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വേർഡ്സിനെ കണക്ട് ചെയ്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലോങ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി വിത്ത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. വിത്തിൻ്റെ ഫസ്റ്റ് യൂസാണ് കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സെൻറ്റൻസുകളൊക്കെ ഷീ കെയിം വിത്ത് ഹെർ ഫ്രണ്ട്, അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നു, അല്ലെങ്കിൽ അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഒപ്പം വന്നു. ഇവിടെ കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹി ലീവ്സ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ താമസിക്കുന്നു, അല്ലെങ്കിൽ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം താമസിക്കുന്നു. ഐ ഓർഡർഡ് എ കോഫി വിത്ത് എ ബർഗർ, ഞാൻ കോഫിക്കൊപ്പം ബർഗർ ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കോഫിയുടെ കൂടെ ബർഗർ ഓർഡർ ചെയ്തു. ഇവിടെയെല്ലാം കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വിത്ത് വേർഡ്സിനെ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സെൻറ്റൻസുകളിൽ നിന്ന് വിത്ത് എടുത്ത് മാറ്റിയാൽ നമുക്ക് ഒരു മീനിങ് ഇല്ലാത്ത സെൻറ്റൻസുകളായിരിക്കും കിട്ടുക. അതുകൊണ്ട് നമുക്കിവിടെ വിത്ത് ചേർത്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് കിട്ടുള്ളൂ. വിത്തിൻ്റെ രണ്ടാമത്തെ യൂസ് കൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സെൻറ്റൻസുകളൊക്കെ ഹി കിൽഡ് ഹിംസെൽഫ് വിത്ത് എ നൈഫ്, അവൻ ഒരു കത്തി കൊണ്ട് അവനെ തന്നെ കൊന്നു. ഇവിടെ കത്തി കൊണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ദേ ബീറ്റ് ഹിം വിത്ത് എ സ്റ്റിക്ക്, അവർ അവന് ഒരു സ്റ്റിക്ക് കൊണ്ട് അടിച്ചു. ഇവിടെ സ്റ്റിക്ക് കൊണ്ട് ഒരു വടി കൊണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വേർഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ സെൻറ്റൻസുകളിൽ നിന്നും വിത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിങ് ഇല്ലാത്ത സെൻറ്റൻസ് ആണ് കിട്ടുന്നത്. കറക്റ്റ് മീനിങ് കിട്ടണമെങ്കിൽ നമ്മളവിടെ വിത്ത് തന്നെ യൂസ് ചെയ്യണം. വിത്തിൻ്റെ മൂന്നാമത്തെ യൂസാണ് ഉള്ള എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ സെൻറ്റൻസുകളൊക്കെ ഐ സോ എ കാറ്റ് വിത്ത് ബ്ലൂ ഐസ്, നീല കണ്ണുകളുള്ള ഒരു പൂച്ചയെ ഞാൻ കണ്ടു. ഇവിടെ നീല കണ്ണുകൾ ഉള്ള എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഷി സോ എ ഹൗസ് വിത്ത് സം ബ്ലാക്ക് കാർസ്, ചില കറുത്ത കാറുകൾ ഉള്ള ഒരു വീട് അവൾ കണ്ടു. ഇവിടെ കറുത്ത കാറുകൾ ഉള്ള എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വിത്തിൻ്റെ നാലാമത്തെ യൂസാണ് ആയി അല്ലെങ്കിൽ ആയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐ ആം ഹാപ്പി വിത്ത് മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്കുമായി ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വർക്കുമായിട്ട് ഹാപ്പിയാണ്. ഇവിടെ വർക്കുമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ പ്ലേ വിത്ത് എനിവൺ, നിനക്ക് ആരുമായി കളിക്കാവുന്നതാണ്. ഐ ഹാവ് വർക്ക്ഡ് വിത്ത് ഹിം, ഞാൻ അവനുമായി അല്ലെങ്കിൽ ഞാൻ അവനുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ആയി അല്ലെങ്കിൽ ആയിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അഞ്ചാമത്തെ യൂസ് യോട് കൂടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സെൻറ്റൻസുകളൊക്കെ ഹീ സെഡ് വിത്ത് എ സ്മൈൽ, അവൻ ഒരു പുഞ്ചിരിയോട് കൂടി പറഞ്ഞു. ഇവിടെ പുഞ്ചിരിയോട് കൂടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീ വോക്കപ്പ് ഇൻ ദ മോർണിംഗ് വിത്ത് സ്റ്റൊമക്ക് ഏക്ക്, അവൾ രാവിലെ തന്നെ വയറുവേദനയോട് കൂടിയാണ് എണീറ്റത്. ഇവിടെ വയറുവേദനയോട് കൂടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ വേർഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വിത്ത് ഉപയോഗിക്കേണ്ടടുത്ത് വിത്ത് തന്നെ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ഒരു മീനിങ് ഇല്ലാത്ത സെൻറ്റൻസ് ആയിട്ട് മാറും.